ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ആംഗ്ലർ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ആംഗ്ലിംഗ് കാർണിവൽ നടക്കുന്നുണ്ട്. ആ ആംഗ്ലിംഗ് കാർണിവലിൽ പങ്കെടുക്കാൻ നമ്മുടെ ചാനലിന് ഒരു ചെറിയ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആംഗ്ലിംഗ് കാർണിവലിൻ്റെ കൂടുതൽ കാഴ്ചകളാണ്. നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് അവർ ഒരുക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 12:45 ടൈം ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ആംഗ്ലേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം പ്രോഗ്രാം 2 മണി മുതൽ 6 മണി വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് നമ്മുടെ ആംഗ്ലേഴ്സ് ക്ലബ് കൊച്ചിനും അതുപോലെ തന്നെ ബാക്ക് വാട്ടർ കയാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. അപ്പോൾ അവർ ഒരുപാട് എഫേർട്ട് ഇതിലിട്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. കാരണം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആംഗ്ലേഴ്സിനാണ് ഇവിടെ അവസരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 56 ആംഗ്ലേഴ്സോളമാണ് ഇവിടെ പങ്കെടുക്കുന്നത്, ഇൻക്ലൂഡിങ് ഒരു ലേഡി ആംഗ്ലർ കൂടെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രൈസുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മസ്റ്റാർഡ് അതുപോലെ തന്നെ പെലാജിക് ട്രൈബ്, ഈ 2 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രൈസുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് പെലാജിക് ട്രൈബും മസ്റ്റാർഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് വാട്ടർ കയാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ല. കാരണം OMK ഫിഷിങ്ങിൽ ഉണ്ണിയേട്ടൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള ഒരു സ്ഥലമായിരിക്കും ഈ ബാക്ക് വാട്ടർ കയാക്കേഴ്സ് എന്നുള്ളത്. അപ്പം ബാക്ക് വാട്ടർ കയാക്കേഴ്സ് എന്നുള്ളത് കേരളത്തിലെ ആംഗ്ലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ കയാക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും വളരെയധികം പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ബാക്ക് വാട്ടർ കയാക്കിങ് എന്ന് പറയുന്നത്, ഈ ഒരു ക്ലബിൻ്റെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിൻ്റെ എല്ലാമായ നിസാംകയുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കണ്ടീഷനുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു മത്സരം ഇവിടെ നടക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകളെല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.
Please, hello, please, please, hello, please, Preston, hello, please, please, hello. റോഡില് ബൈറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു റോഡ് വലിക്കുക, മറ്റേ റോഡ് ഇടുക. ആ മെത്തേഡ് ഇവിടെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ സൈഡ് ക്ലിയർ ആണല്ലോ. അറിയാം, ആ ഒരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാർഷൽസിൻ്റെ അടുത്തൊന്ന് റിപ്പോർട്ട് ചെയ്യുക. 2 റോഡ് അറ്റ് എ ടൈം 10 സെൻറ്റിമീറ്ററിന് താഴത്തോട്ടുള്ള മീനുകളെ കൗണ്ട് ചെയ്യുന്നതല്ല. അതല്ലേ നമ്മൾ മാക്സിമം വെച്ചേക്കണം. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷർ ചെയ്യുന്നതിന് മുമ്പ് റിലീസ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. പൊളിത്തീൻ കവർ അങ്ങനെയുള്ള സാധനങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നിങ്ങളെ സുഹൃത്തുക്കളായിരിക്കാം, ഗ്രൂപ്പായിട്ട് ലോട്ട് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയായാലും നിങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഓപ്ഷനോ അങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ. കിട്ടുമായിരിക്കാം ചിലപ്പോൾ. അത് 7. അപ്പോൾ ഏകദേശം 2 മണിയോടടുത്ത് എല്ലാ ആംഗ്ലേഴ്സും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന കോമ്പറ്റീഷൻ കംപ്ലീറ്റ്ലി ബൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെമ്മീൻ, ചാള, അതുപോലെ തന്നെ കൂന്തൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫിഷിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇവിടെ അവർ ക്ലബിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ബൈറ്റുകളോ ഉപയോഗിച്ച് ഫിഷിംഗ് ചെയ്യുന്നതിന് ഉള്ള അവസരം ഉണ്ടായിരുന്നു. നമുക്ക് ബൈറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ലൈവായിട്ടുള്ള ഷ്രിമ്പും അതുപോലെ തന്നെ മത്തിയും അതുപോലെ തന്നെ ഒരുപാട് ലൈവായിട്ടുള്ള ബൈറ്റുകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൊടുക്കുന്ന ബൈറ്റുകൾ യൂസ് ചെയ്ത് ഫിഷ് ചെയ്യുന്ന ഒരുപാട് പേരും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷനിൽ ആംഗ്ലേഴ്സിന് നിൽക്കാനുള്ള പൊസിഷൻ അവർ തിരഞ്ഞെടുത്തുള്ളത് ഒരു ചെറിയൊരു നറുക്കെടുപ്പിലൂടെയായിരുന്നു. അതായത് 56 പൊസിഷൻസിൽ ആംഗ്ലേഴ്സ് നിൽക്കേണ്ട പൊസിഷൻ അവർ തന്നെ ഒരു നറുക്കെടുപ്പിലൂടെ ചൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് മാത്രം ഫിഷിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആംഗ്ലേഴ്സിന് ഉണ്ടായിരുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് KJ മാക്സി MLA ആയിരുന്നു. അദ്ദേഹം ഫസ്റ്റ് കാസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചി കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം പുതിയ ഒരു മത്സരം കൂടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കൊച്ചി കാമറൻ ക്ലബും അതുപോലെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ചൂണ്ടിയിടൽ മത്സരം വരികയാണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള ഇതാണ് ഇത് ഇപ്രാവശ്യം സംഘടിപ്പിച്ചത്. നിർവഹിക്കുന്നത് അദ്ദേഹം ചൂണ്ടയിട്ടുകൊണ്ട് ഇതാ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതാ കൊണ്ടിട്ടിരിക്കുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് മാക്സിമം 9 ഫീറ്റ് വരെയുള്ള റോഡുകൾ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതിന് മുകളിലേക്കുള്ള റോഡുകളൊന്നും ഈ ഒരു കോമ്പറ്റീഷന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വലിയൊരു കണ്ടീഷനായിരുന്നു. പിന്നീടുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്കിൾ ഹുക്കുകൾ മാത്രമേ ഈ ഒരു കോമ്പറ്റീഷന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഇതൊരു പ്യൂർലി ക്യാച്ച് ആൻഡ് റിലീസ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന മീനുകൾക്ക് കൂടുതൽ ഡാമേജ് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് സർക്കിൾ ഹുക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഈ സർക്കിൾ ഹുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഏരിയയിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഉള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം ഒരു ഹുക്ക് മാത്രമേ ഉപയോഗിച്ച് മീൻ പിടിക്കാവൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് മൾട്ടിപ്പിൾ ഹുക്കുകൾ ഉപയോഗിച്ചിട്ട് ഉള്ള ഫിഷിങ് അലൗഡ് ആയിരുന്നില്ല. പിന്നീട് നമ്മൾക്കുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ്. പിന്നീട് ഈ ഒരു കോമ്പറ്റീഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോയിൻ്റ് നിർണ്ണയിക്കുന്നത് അതിൽ നമ്മൾ പിടിക്കുന്ന മീനിൻ്റെ ടൈപ്പും അതുപോലെ തന്നെ മീനിൻ്റെ സൈസും വെച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ മാർക്ക് അവർ നിർണ്ണയിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഷുകളുടെ മാർക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മുടെ ക്യാറ്റ് ഫിഷ്, അതായത് നമുക്ക് കോമൺ ആയിട്ട് ഈ ഷോറിൽ നിന്നൊക്കെ കിട്ടുന്ന ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ കൂരി എന്നൊക്കെ പറയും, ആ ഒരു മീനിന് 1 പോയിൻ്റാണ് അവർ നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷോറിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഫിഷായിട്ടുള്ള ബ്രീം അല്ലെങ്കിൽ ഏരി എന്നൊക്കെ പറയുന്ന മീനിന് 3 പോയിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രവല്ലി എന്ന് പറയുന്ന മീൻ അല്ലെങ്കിൽ വറ്റ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, ആ ഒരു മീനിന് അവർ 2 പോയിൻ്റാണ് 10 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ള മീനിന് കൊടുത്തിട്ടുള്ളത്. ആ മീനിൻ്റെ തന്നെ 20 സെൻറ്റിമീറ്ററിൽ മുകളിൽ വലുപ്പമുള്ള മീനാണെങ്കിൽ 10 പോയിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൂപ്പർ എന്ന് പറയുന്ന മീനിന് 5 പോയിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ബാരാമുണ്ടി എന്ന് പറയുന്ന മീനിന് 15 പോയിൻ്റുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാംഗ്രോവ് ജാക്കിന് കൊടുത്തിട്ടുള്ളത് 5 പോയിൻ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോയിൻ്റ് ചാർട്ട് വരുന്നത്. Told myself to push and never stop. I've been stressed out, watching both these hands around the clock. With my eyes wide, trying to get the panorama shot. Whole world getting blurry to me, answers getting lost. So I watch my back and keep it moving to the front. And remember that the world's yours, do it how you want. You've been waiting here for too long, think it's time for you to move on. Realize if it's realized in these real times to be strong. I've been waiting all my life, and it was right before my അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആംഗ്ലേഴ്സിനൊക്കെ മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന മീനുകളെന്ന് പറയുന്നത് ക്യാറ്റ് ഫിഷാണ് ഏറ്റവും കൂടുതലായിട്ട് ആംഗ്ലേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് കൂരി എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ഫിഷ് അതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ആംഗ്ലേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ആംഗ്ലേഴ്സിനൊക്കെ നമ്മുടെ ട്രവല്ലി അല്ലെങ്കിൽ നമ്മുടെ വറ്റ എന്ന് പറയുന്ന മീനൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് മാർക്കുള്ള ഒരു മീനായിരുന്നു നമ്മുടെ ക്യാറ്റ് ഫിഷ്. അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ മാർക്ക് കൂടുതലുള്ള ഒരു മീനായിരുന്നു നമ്മുടെ വറ്റ എന്ന് പറയുന്നത്. My whole life I'm forever grinding, waiting for my time to shine just like a diamond. When life is rough and I ain't with that funny stuff, I use it all as motivation, but it's hard to have the patience. Watching time fly by might be the hardest thing I have to do in life. Frustrated that I ain't where I want to be yet, but I know that I'ma make it if I chase that check. Yes. Cause I done seen the time go by for too many years now when the stars were aligned. Cause I done seen the time go by. അപ്പോൾ ആംഗ്ലേഴ്സിന് കിട്ടുന്ന മീനുകളൊക്കെ ഒരു മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കോമ്പറ്റീഷൻ കംപ്ലീറ്റ്ലി ക്യാച്ച് ആൻഡ് റിലീസ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു സർക്കിൾ ഹുക്ക് വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും മീനുകൾക്ക് പരിക്ക് വളരെ വളരെ കുറവാണ്. അതാണ് ഈ ഒരു സർക്കിൾ ഹുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.
ഇതാണ് നമ്മുടെ ആംഗ്ലേഴ്സിന് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ്സ്. ഈ സർട്ടിഫിക്കറ്റ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആംഗ്ലേഴ്സിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6 മണിയോടെ തന്നെ നമ്മുടെ പ്രോഗ്രാം അവർ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ആംഗ്ലേഴ്സിന് കിട്ടിയ മീനിൻ്റെ വലിപ്പത്തിനും അതുപോലെ തന്നെ മീനിൻ്റെ ടൈപ്പിനും അനുസരിച്ച് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മാർഷൽസ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എല്ലാം അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ശ്യാം എന്ന് പറയുന്നൊരു പ്രോയ്ക്കായിരുന്നു. ശ്യാമിന് കിട്ടിയിരിക്കുന്നത് 27 പോയിൻറ്റ്സ് ആയിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ശ്യാമിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അനീഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രോയ്ക്കായിരുന്നു. അനീഷ് കുമാറിന് കിട്ടിയിട്ടുള്ളത് 19 പോയിൻറ്റുകളായിരുന്നു. അതുപോലെ തന്നെ 3-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ജോസ് എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ജോസ് എന്ന് പറയുന്ന ഈ ചേട്ടന് കിട്ടിയിട്ടുള്ളത് 13 പോയിൻറ്റുകളായിരുന്നു. അനീഷ് കുമാർ എ.കെ 19 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് സമ്മാനം നൽകുന്നതിനായി വാട്ടർ കയാറ്റേഴ്സിന്റെ ശ്രീ നിസാമിനെ ക്ഷണിക്കുന്നു. ഈ മത്സരത്തിന്റെ മെയിൻ ആളായ എല്ലാം നിർമ്മിക്കുന്ന ശ്രീ നിസാമിനെ ശ്രീയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിയത് വളരെ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റുകളായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഏകദേശം 1.5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. നമ്മുടെ പെരാജി ട്രൈബിൻ്റെ നല്ല വർത്തായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള റോഡുകളും അതുപോലെ തന്നെ മസ്റ്റാർഡിൻ്റെ ഹുക്കുകളും അതുപോലെ തന്നെ മസ്റ്റാർഡിൻ്റെ തന്നെ ക്യാപ്പ്, സൺഗ്ലാസ് പോലുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നു ഇവിടെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ നല്ല ക്വാളിറ്റിയുള്ള മോണോ ലൈനുകളും മസ്റ്റാർഡിൻ്റെ തന്നെ മോണോ ലൈനുകളും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ബ്രൈഡുകളും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംഗ്ലറിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു.
Told myself to push and never stop. I've been stressed out, watching both these hands around the clock with my eyes